ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ്. ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ പുറപ്പെടുവിക്കപ്പെടുന്ന നിയമവിരുദ്ധ ഉത്തരവുകളെക്കുറിച്ച് ഒരു പരമ്പര തന്നെ ചെയ്യാമെന്ന് കരുതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് WPC 7273/2020 നമ്പർ കേസിലെ വിധിന്യായമാണ്. നെൽവയൽ തണ്ണീർത്തട നിയമമനുസരിച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റാ ബാങ്കിൽ ഇല്ലാത്ത വസ്തു തിരികെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് ഉത്തരവ് നൽകുവാൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർക്ക് അധികാരമുണ്ടോ? ഉത്തരം ഇല്ല എന്നാണ്. ഇവിടെ പരാതിക്കാരൻ്റെ വസ്തു 30 കൊല്ലം മുമ്പ് പരിവർത്തനം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ സമീപ പ്രദേശങ്ങളെക്കാൾ അല്പം താണാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് ചില ചെറിയ വെള്ളക്കെട്ടുകളും ഉണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഇതായിരുന്നു. 1. വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന കാരണത്താൽ വസ്തു ഡാറ്റാ ബാങ്കിൽ നിലനിർത്താൻ ഉത്തരവിടുവാൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അധികാരമുണ്ടോ? 2. ചുറ്റുമുള്ള സ്ഥലങ്ങളേക്കാൾ അല്പം താഴ്ന്നു കിടക്കുന്നു എന്ന കാരണത്താൽ വസ്തു ഡാറ്റാ ബാങ്കിൽ നിലനിർത്താനായിട്ട് ഉത്തരവിടുവാൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അധികാരമുണ്ടോ? 3. ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വസ്തു ഡാറ്റാ ബാങ്കിൽ തിരികെ ഉൾപ്പെടുത്തുവാനുള്ള ഉത്തരവ് നൽകുവാൻ റവന്യൂ ഡിവിഷണർക്ക് അധികാരമുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇല്ല എന്നായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇതാണ്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഡാറ്റാ ബാങ്കിൽ നിന്നും ഒരു വസ്തു ഉൾപ്പെടുത്തുന്നതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കാം. ആർക്ക്? LLMCക്ക് മാത്രം. അതിനുള്ള പരമാധികാരം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ്. അതിന് ഉത്തരവിടുവാനായിട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് യാതൊരു അധികാരവുമില്ല. LLMC അപ്രകാരമുള്ള ഉൾപ്പെടുത്തലുകൾ നടത്തുന്നത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങളിലെ 4-5 സെക്ഷൻ അനുസരിച്ചിട്ടായിരിക്കണം. ഇതിലെ പരമാധികാരം LLMCക്ക് മാത്രമാണ്. 3 കാര്യങ്ങൾ പരിശോധിക്കണം. 1. വസ്തു നെൽവയലാണോ? 2. വസ്തു നെൽകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണോ? 3. വസ്തു തരം മാറ്റുന്നത് മൂലം അയൽ പ്രദേശങ്ങളിലെ സമീപ പ്രദേശങ്ങളിലെ നെൽകൃഷിയെയും നീരൊഴുക്കിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുമോ? ഉയർന്ന നീതിബോധത്തോടെ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമെങ്കിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കാം. യാതൊരു തെറ്റുമില്ല. പക്ഷേ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അതിനുള്ള ഉത്തരവ് നൽകുവാൻ അധികാരമില്ല. പിന്നെ എന്തുകൊണ്ടാണ് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർമാരുമൊക്കെ ഇപ്രകാരം നിരന്തരം ഉത്തരവുകൾ നൽകുന്നത്? ഇതവർക്ക് അറിയാഞ്ഞിട്ടാണെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരിക്കൽ ഇപ്രകാരമുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവ് ഒരു വിഷയത്തിൽ ഇറക്കുകയും ബഹുമാനപ്പെട്ട കോടതി അതിനെ റദ്ദാക്കുകയും ചെയ്തിട്ടും വീണ്ടും ഇത്തരം ഉത്തരവുകൾ ആവർത്തിക്കപ്പെടുകയാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പൊതുജനങ്ങളെ കോടതിയുടെ മുൻപിൽ എത്തിക്കുക എന്നുള്ളത്. ചിലർ കോടതി ഉത്തരവ് കൊണ്ടും തൃപ്തിപ്പെടുകയില്ല. കോടതി ഉത്തരവ് അനുസരിക്കാതെ കോർട്ടലക്ഷ്യ നടപടികൾ കൂടി ഏറ്റുവാങ്ങിയാൽ മാത്രമേ നീതി നടപ്പാക്കുകയുള്ളൂ എന്ന സാഹചര്യമുണ്ട്. കൃത്യമായിട്ടുള്ള നിയമവും കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും കൃത്യമായിട്ടുള്ള SOPയും ഒക്കെ ഉണ്ടായിട്ടും ഇതിനൊക്കെ വിരുദ്ധമായിട്ട് സർക്കുലറുകൾ ഇറക്കിയാണ് പലപ്പോഴും ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾ നിയമവും സേവനവും നിഷേധിക്കപ്പെട്ട് കോടതിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതെന്ന് സർക്കാരും പരിശോധിക്കേണ്ടതല്ലേ? കാരണം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുമ്പോൾ സർക്കാരിനുണ്ടാവുന്ന ദുർവ്യയം, ഒരു സർക്കാർ ഓഫീസിലുണ്ടാകുന്ന ദുർവ്യയം വളരെ വലുതാണ്. പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അധ്വാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് കേസുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് എഴുതുവാനേ സമയമുള്ളൂ എന്ന് വരുന്നത് സേവനം നൽകുന്ന, കാര്യക്ഷമമായിട്ട് നൽകുന്ന ആ ഒരു ദൗത്യത്തെ തന്നെ അട്ടിമറിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.